ഓം നമോ ഭഗവതേ വായ. ദശകം 4 ശ്ലോക 5. വിസ്ഫുട അവയവ ഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാഃ ത്വദാശ്രയാഃ. വിസ്ഫുട തെളിച്ച മനസ്സോടു കൂടി, അവയവ അവയവങ്ങളെല്ലാം, ഭേദ വ്യത്യാസം, സുന്ദരം മനോഹരമായത്, ത്വദ് ഭഗവാന്റെ, വപുഹു ശരീരം, സുചിര സുദീർഘമായ, ശീലനാവശാത് ധാരണ ശീലമാക്കിയിട്ടുള്ളവർ, അശ്രമം ഒരു ബുദ്ധിമുട്ടില്ലാതെ, മനസി മനസ്സിൽ, ചിന്തയമഹേ ഭാവന ചെയ്യാൻ സാധിക്കുന്നത്, ധ്യാനയോഗ ധ്യാനം കൊണ്ടുള്ള അഭ്യാസം, നിരതാഹ തൽപരർ ആയിട്ടുള്ളവർ, സ്വദാശ്രയാഹ ഭഗവാന്റെ ശരണാദികൾ. വിസ്ഫുടാവയ ഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ഇവിടെ ധ്യാനയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വിസ്ഫുട, അതായത് ആരൊക്കെയാണോ ധ്യാനയോഗം എന്ന ആ ഒരു അഭ്യാസം ശീലിക്കുന്നവർ, അവരുടെ മനസ്സ് എപ്പോഴും തെളിഞ്ഞതായിരിക്കും. അവർ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് എടുക്കുന്ന ഒരു നിശ്ചയത്തോടു കൂടിയുള്ളതായിരിക്കും. അതിൽ ഒരു സംശയവും അവർക്ക് പിന്നീട് ഉണ്ടാവുകയില്ല. അവരുടെ അവയവങ്ങളെല്ലാം അവർ കേന്ദ്രീകരിച്ച് അതിനെ ആ ഒരു അഭ്യാസത്തിലൂടെ തൻ്റെ കൈകളിൽ താൻ വിചാരിക്കുന്ന ഇടത്ത് ആ മനസ്സും ശരീരവും എത്തുന്ന രീതിയിൽ ആ അഭ്യാസം അവരെ പരിശീലിപ്പിക്കും. അവരുടെ ആ ഒരു മനോഹരമായ ആ ഒരു മനോഭാവം, അത് ഭഗവാന്റെ ആ ശരീരത്തെ സുദീർഘമായി മനസ്സിൽ കൊണ്ടുവരുവാനും സാധിക്കും. അതുമാത്രവുമല്ല, അവരുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ഇല്ല. അവർക്ക് ഭാവന ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാന്റെ ശരണാദികളാണ്. അവർ പൂർണ്ണ മുക്തരായി വൈകുണ്ഠത്തിൽ എത്തുകയും ചെയ്യും. ഇതാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു.